ഹായ് ഫ്രണ്ട്സ്, മഴത്തൂർ മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അവതക്കുട്ടി ചായൻ അലീനയുടെ റൂമിൽ വന്ന് അലീനയോട് സംസാരിക്കുക. എന്നിട്ട് പറയുക, സ്റ്റാൻലി ആണെങ്കിൽ അവൻ പിടി തരുന്നില്ല, അവനെ എൻ്റെ കള്ളത്തരം പൊട്ടിച്ച് എൻ്റെ ആക്ടിങ് ആണെന്ന് അവന് മനസ്സിലായി. ഞാൻ നിന്നെപ്പറ്റി കുറേ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വന്നപ്പോഴത്തേക്ക് അവൻ അവസാനം എൻ്റെ അഭിനയമാണെന്നും എല്ലാം മനസ്സിലായി. ഞാൻ ലാലിച്ചൻ്റെ സൈഡാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ആക്ടിങ് ആണെന്ന് അവന് മനസ്സിലായി, എല്ലാം പിടികിട്ടി എന്ന് പറയും. അലീന പറയും, എന്തുവായാലും ഞാൻ ഈ സമരം നിർത്തുന്നില്ല, ഈ ഉപവാസം ഞാൻ തുടരും, എന്തെങ്കിലുമൊക്കെ ഇച്ചിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയും. അലീന അപ്പച്ചനോട് പറയും, ലാലിച്ചനും ഫാമിലിയും തമ്മിലുള്ള പ്രോബ്ലംസ് എന്തുവാണെന്ന് അപ്പച്ചൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് കാര്യമായിട്ട്. ലാലിച്ചനാണെങ്കിൽ ഭാര്യയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, മക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അവർക്ക് എല്ലാ മാസവും ചിലവിനുള്ള കാശ് മാത്രം കൊടുത്താൽ മതിയോ? അവരുടെയൊക്കെ കാര്യങ്ങൾ തിരക്കണ്ടേ? ആ ക്യാഷൊക്കെ എന്തിനു വിനിയോഗിക്കുന്നെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും തിരക്കൊന്നും വേണ്ടേ? ഞാൻ പറയും, അതൊന്നുമില്ല. എൽസമ്മ എന്ന് പറയുന്നത് അവിടെ ഫാമിലിയുമായി അറ്റാച്ച്ഡായി നിൽക്കുക. റീത്തമ്മ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് റീത്തമ്മയാണ്. അപ്പച്ചൻ പറയും, ലാലിച്ചൻ മിലിറ്ററി ഇരുന്ന സമയത്ത് തന്നെ എൽസമ്മയ്ക്ക് അഞ്ചലിൽ തന്നെ അവർക്ക് വീട് വെച്ച് കൊടുത്തു. എൽസമ്മയുടെ ഫാമിലിയൊക്കെ ഹെൽപ്പിന് കാണുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം മിലിറ്ററിയിൽ നിന്ന് വന്നതിന് ശേഷവും ഈ എൽസമ്മയ്ക്കും മക്കൾക്കും ഒന്നും ഇവനോട് അത്ര താല്പര്യം തോന്നിയില്ല. റീത്തമ്മയ്ക്കാണെങ്കിൽ ഒരു സമയത്ത് ഇവനെ ഇഷ്ടമല്ലായിരുന്നു. റീത്തമ്മയ്ക്കും ആങ്ങളമാർക്കും സ്റ്റാൻലിയെ ഇഷ്ടമേ അല്ല. ഫുൾ ടൈം കുടിച്ചിങ്ങനെ നടക്കുന്നവനെന്ന് ഒരു വൃത്തികെട്ടവൻ എന്നുള്ള ലേബലാണ് റീത്തമ്മയും ആങ്ങളമാരും സ്റ്റാൻലിക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് സ്റ്റാൻലി എന്ത് പറഞ്ഞാലും എൽസമ്മയെ അനുസരിക്കത്തില്ല, മക്കളും അനുസരിക്കത്തില്ല. അവർക്ക് എൽസമ്മയുടെ വീട്ടുകാർ മാത്രം മതി. അവരുടെ വീട്ടുകാർ പറയുന്നത് മാത്രമേ പിള്ളേരും കേൾക്കത്തുള്ളൂ. അങ്ങനായി എല്ലാ കാര്യത്തിനും പിള്ളേർക്ക് പഠിക്കാനും എൽസമ്മയ്ക്ക് ചിലവിനും എല്ലാത്തിനും കാശ് കൊടുക്കും. എന്നിട്ട് അവൻ പിന്നീട് ഇവിടെ അങ്ങ് സെറ്റിലായി. ഇവിടെ അവനും കുറേ വേലക്കാരും കുറേ പട്ടികളും, അങ്ങനെ അവൻ ഇവിടെ അങ്ങ് താമസമാക്കി. അഞ്ചലിലാണെങ്കിൽ റീത്തമ്മയാണ് എൽസമ്മയുടെ കാര്യവും പിള്ളേരുടെ കാര്യവും എല്ലാം നോക്കുന്നത്. ഇവൻ കൃത്യമായിട്ട് ക്യാഷ് അയച്ചു കൊടുക്കും. റീത്തമ്മ കൊണ്ടു നടക്കുന്ന കാറ് വരെ ലാലിച്ചൻ വാങ്ങിച്ചു കൊടുത്ത കാറാണ്. അവൾക്കാണെങ്കിൽ ഇവനെ കണ്ടുകൂടാൻ. എൽസമ്മയാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി നടക്കുക. ഇന്നിപ്പോൾ തിരുവല്ലയാണെങ്കിൽ നാളെ കോട്ടയം, അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ അങ്ങ് പോകും പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അലീനയ്ക്കും പിള്ളേരെ എപ്പോൾ ആരാ നോക്കുന്നത്? പിള്ളേരെ നോക്കുന്നത് റീത്തമ്മയാണ്. അപ്പം റീത്തമ്മയ്ക്ക് ഹസ്ബൻഡും മക്കളും ഒന്നുമില്ല. അന്നേരം പറയും, റീത്തമ്മയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്, റീത്തമ്മയ്ക്ക് മക്കളുണ്ട് എന്ന് പറയും. അഞ്ചലിലും പുനലൂരുമായിട്ടാണ് ഈ പിള്ളേർ പഠിക്കുന്നത് തന്നെ. മൂത്ത കൊച്ചാണെങ്കിൽ കോളേജിൽ പഠിക്കുക, ഡാനിയ. പിന്നെ ഇളയത് കൊച്ച്, അതിൻ്റെ ഇളയതൊരു പയ്യനുണ്ട് എന്ന് പറയും. ഇവർക്ക് കാശ് മാത്രം മതി. അപ്പോൾ അലീന ചോദിക്കും, ഈ അച്ഛനും മക്കളും തമ്മിലുള്ള അറ്റാച്ച്മെൻ്റ് ഒന്നും ഇവർക്കില്ലേ? അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റേ ഇല്ല. സ്റ്റാൻലി സുഖമാണെന്നോ വയ്യായിരിക്കുവാന്നോ ഒന്നും ഇവരാരും തിരക്കാറേ ഇല്ല. എൽസമ്മയും തിരക്കാറില്ല, പിള്ളേരും തിരക്കാറില്ല, സ്റ്റാൻലി അങ്ങോട്ടും തിരക്കത്തില്ല. സ്റ്റാൻലി വിചാരിച്ച് കാണും, സ്റ്റാൻലി പറയുന്നതൊന്നും കേൾക്കുന്നില്ല അവർ, എന്നാൽ പിന്നെ സ്റ്റാൻലിക്ക് സമാധാനമല്ലേ വേണ്ടത്, ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് അവനും വിചാരിച്ച് കാണും എന്ന് പറയും. എനിക്കറിയാം ബന്ധങ്ങളുടെ വില എന്താണെന്ന്. മക്കൾക്ക് അച്ഛനോടും അച്ഛനും മക്കളോടും ഉള്ള ബന്ധം, സ്നേഹം, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഉള്ള സ്നേഹം, അതൊക്കെ തിരിച്ചറിയാതെ പോകരുത്. അതിന് പറയും, ഈ ബന്ധങ്ങളുടെ എല്ലാം വില അറിഞ്ഞോളാം ഞാൻ അനാഥാലയത്തിൽ കഴിഞ്ഞ സമയത്ത് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കൂടെ വരാൻ ആരുമില്ല, കുറേ അനാഥ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഓരോ പേരൻസ് അവർ കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂളിൽ വിട്ടിട്ട് സ്കൂട്ടറിലും കാറിലും ഓട്ടോയിലും ഒക്കെ കൊണ്ട് വിട്ടിട്ട് അവർക്ക് ഉമ്മ കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന കാണുമ്പോൾ എന്തൊരു സങ്കടമായിരുന്നെന്നോ എന്നൊക്കെ അലീന പറയും. സ്റ്റാൻലിയെ വിളിക്കും, സ്റ്റാൻലിയുടെ അനിയന്മാരെ റോബിച്ചനും ആൽബിയും കൂടെ. ആൽബി വിളിച്ചിട്ട് ചോദിക്കും, സ്റ്റാൻലിയുടെ അനിയന്മാരായ റോബിനും ആൽബിച്ചനും കൂടെ സ്റ്റാൻലിയെ വിളിക്കും. എന്നിട്ട് സ്റ്റാൻലിയോട് ചോദിക്കും, അച്ഛൻ എന്തോ ഈ പണി ചെയ്യുന്നത്? അച്ഛൻ ഏതോ ഒരു പെണ്ണിനെ അവിടെ കൊണ്ട് താമസിപ്പിച്ചേക്കുന്നതെന്ന് അറിഞ്ഞല്ലോ. മോളാണെങ്കിൽ തന്നെ ഇപ്പോൾ അങ്ങനെ കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അച്ഛൻ അത് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, 24 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. നീ ഒരു അച്ഛനല്ലേ, തൻ്റെ മകൾ അനാഥാലയത്തിൽ ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ നീയും വിളിച്ചുകൊണ്ട് വരത്തില്ലേ? നമുക്കൊരു മനസാക്ഷി ഇല്ലടാ. സ്വന്തം മോളാണെങ്കിൽ തന്നെ അതെന്തിനാണ് ഇപ്പോൾ അങ്ങനെ കൊണ്ട് താമസിപ്പിച്ചേക്കുന്നത്?
അന്നേരം പറയും, എടാ 24 വർഷം മുമ്പ് നടന്ന സംഭവമാണ്, അത് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പെൺകുഞ്ഞ് ജനിച്ചു, എൻ്റെ മറ്റുള്ള പിള്ളേരെ പോലെ തന്നെ അത്. അന്നേരം പറയും, എൽസമ്മ ചേച്ചിയെ ആലാളറിഞ്ഞ് ലാലിച്ചൻ കെട്ടിയതാണ്, അവരിലുണ്ടാവുന്ന മക്കളാണ് ലാലിച്ചൻ്റെ മക്കൾ. ഇതിപ്പം ഇപ്പോൾ നാട്ടുകാരും വീട്ടുകാരും അവിഹിതത്തിലുണ്ടായ മകളെന്നേ പേരിടത്തുള്ളൂ. അന്നേരം പറയും, അവൾ അനാഥാലയത്തിൽ 23 വർഷം അവൾ ജീവിച്ചത് അനാഥയായിട്ട്. അതിലും നല്ലതല്ലേ എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം അവൾ അവിഹിതത്തിലുണ്ടായ എൻ്റെ മകളാണെന്ന് നാട്ടുകാരറിയുന്നത്. എനിക്കൊക്കെ എന്താ നഷ്ടം വന്നത്? മാനനഷ്ടം ഉണ്ടായോ? എത്ര രൂപ വേണം? എത്ര ക്യാഷ് വേണം? എന്ത് വേണം പറഞ്ഞു? നിങ്ങൾക്ക് മാനനഷ്ടം ഉണ്ടായെങ്കിൽ അതിനുള്ള ക്യാഷ് ഞാൻ തരാം. നിങ്ങൾക്ക് മാനനഷ്ടം ഉണ്ടായെങ്കിൽ അതിനുള്ള ക്യാഷ് ഞാൻ തരാം. എത്ര വേണം ഞാൻ സെറ്റിൽ ചെയ്യാം എന്ന് പറയും. അപ്പോൾ ആൽബിച്ചൻ ഫോണങ്ങ് വെക്കും ദേഷ്യപ്പെട്ട്. എന്നിട്ട് റോബിച്ചനോട് പറയും, അയാൾ അടിക്കുന്ന ലക്ഷണമില്ല, തനി പട്ടാളക്കാരൻ്റെ തൊഴിലാണ് എന്ന് പറയും. ഇനി ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റാൻലി റെഡിയായി വന്ന് ജീപ്പിൽ കയറും. അപ്പോൾ അവതക്കുട്ടി ചായം വന്നിട്ട് ചോദിക്കും, നീ എവിടെ പോവാടാന്ന് അപ്പച്ചൻ ചോദിക്കുക. അപ്പച്ചനൊന്നും പറയത്തില്ല. അന്നേരം പറയടാ, എവിടെ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പോടാ എന്ന് പറയും. അന്നേരം പറയും, ഞാൻ കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജീപ്പ് പറപ്പിച്ചൊരു പോക്ക് പോകും. ആ പോക്ക് പോകുന്നത് അഞ്ചലില. അനിയന്മാർ എനിക്ക് പോവുകയാണ്. അനിയന്മാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി അഞ്ചലിലേക്ക് സ്റ്റാൻലി പോവുക. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമേ അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.